അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഞാൻ ബിസ്മില്ലാ കടയ്ക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളൊരു സ്ട്രോക്ക് പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ടെസ്റ്റിമോണിയൽ വീഡിയോ ഇട്ടപ്പോൾ അത് വളരെ വൈറലാവുകയും നൂറുകണക്കിന് സ്ട്രോക്കിന് ശേഷം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ജീവിതത്തിൽ നിരാശരായിട്ട് ജീവിക്കുന്ന, ജോലികൾക്കോ മറ്റൊക്കെ സ്വന്തം കാര്യങ്ങൾ തന്നെ സ്വയം ചെയ്യാൻ കഴിയാത്ത നിലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ഞങ്ങളെ വിളിക്കുകയുണ്ടായി. അതിൽ നിന്നെല്ലാം പൊതുവായിട്ട് നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ: ഒന്ന്, ധാരാളം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു, പക്ഷേ അവർക്ക് റിസൾട്ടില്ല. അവരിപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്. എന്നാൽ ജോലിക്ക് പോകാനോ സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാനോ കഴിയുന്ന നിലയിലുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് അവർക്ക് ഉണ്ടായിട്ടില്ല. ഈ ഒരു പൊതുവായ അവസ്ഥയാണ് ഈ വിളിച്ച മിക്കവാറും എല്ലാവരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സ്ട്രോക്ക് ചികിത്സയിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മികച്ച റിസൾട്ട് കിട്ടുന്നത്? കോമയിൽ മാസങ്ങളോളം കിടന്ന പേഷ്യൻസിനെ വരെ അൽഹംദുലില്ലാഹ് നമുക്ക് വീണ്ടും അവരെ ജോലിക്കായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് സാധാരണ പോലെ തന്നെ കൊണ്ടുവന്ന് അവരുടെ ജോലികളിലേക്ക് മടക്കി അയക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സ്ട്രോക്കിൽ ഞങ്ങൾക്ക് ഏറ്റവും മികച്ച റിസൾട്ട് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ 20 വർഷത്തിലേറെയുള്ള അനുഭവ സമ്പത്ത് തന്നെയാണ്. ഞാൻ ചികിത്സാ മേഖലയിലേക്ക് കടന്നു വരുന്ന കാലഘട്ടം മുതൽ ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളതാണ് സ്ട്രോക്ക് രോഗികളെ. സ്ട്രോക്ക് ഇസ്കെമിക് ആയാലും ഹെമറോളജിക് ആയാലും അതുകൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന ഡാമേജുകൾക്കത് പൊതുവായ പാറ്റേൺ, അല്ലെങ്കിൽ ഒരു പൊതുവായ രീതിയുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കുകയും മർമ്മ ചികിത്സകൾ, ബോൺ സെറ്റിംഗ്, ഘോഷ, മഡോറ തെറാപ്പികൾ, ഹിജാമ അല്ലെങ്കിൽ കപ്പിംഗ് തെറാപ്പി, അതിനോടൊപ്പം തന്നെ ആയുർവേദ സിദ്ധ ചികിത്സകളും കൂടി കമ്പൈൻ ചെയ്ത് നൽകുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് വളരെ വേഗത്തിൽ വളരെ മികച്ച ഫലം ലഭിക്കുന്നത്. സ്ട്രോക്കിൻ്റെ ചികിത്സാ സംബന്ധമായിട്ട്, പോസ്റ്റ് സ്ട്രോക്ക് ട്രീറ്റ്മെൻറ്റ് സംബന്ധമായിട്ട് ഞങ്ങളെ സമീപിച്ച, കഴിഞ്ഞ 20 വർഷമായി ഞങ്ങളെ സമീപിച്ച ഒരാളെ പോലും നിരാശപ്പെട്ട് ഞങ്ങളുടെ ഇടയ്ക്കിൽ നിന്ന് മടങ്ങിപ്പോയിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സംതൃപ്തി നൽകുന്ന കാര്യമാണ്. 90 ദിവസമാണ് ഞങ്ങളുടെ പോസ്റ്റ് സ്ട്രോക്ക് ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായ സമയം. കൈ ഉയർത്താനും മറ്റുമൊക്കെ നിമിഷങ്ങൾ കൊണ്ട് തന്നെ സാധിക്കുമെങ്കിലും അത് സംബന്ധമായിട്ടുള്ള ഡാമേജുകൾ ഒരു 99% ക്ലിയർ ചെയ്ത് അവരെ പൂർണ്ണമായും തൊഴിൽ ചെയ്യാൻ, ജോലി ചെയ്യാൻ കഴിയുന്ന നിലയിൽ, അവരുടെ ജോലികളിലേക്ക്, ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയുന്ന നിലയിൽ ആക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും സമയം ആവശ്യമായി വരുന്നത്. രോഗികളുടെ അവസ്ഥ അനുസരിച്ച് ആദ്യ 2 അല്ലെങ്കിൽ 3 ആഴ്ചകൾ ഞങ്ങളിവിടെ അഡ്മിറ്റ് ചെയ്യും. ഇനി വളരെ വിദൂരങ്ങളിൽ നിന്ന് വരുന്ന, ഇപ്പോൾ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, ചെന്നൈ, ബാംഗ്ലൂർ, ഇപ്പോൾ ഇവിടങ്ങളിൽ നിന്നെല്ലാം ധാരാളം പേഷ്യൻസ് വിളിക്കുകയും വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അവരുടെ യാത്രാ സൗകര്യം പരിഗണിച്ചുകൊണ്ട് ചിലപ്പോൾ 1 മാസം വരെ ഞങ്ങളിവിടെ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അഡ്മിറ്റ് ചെയ്തുള്ള ചികിത്സയ്ക്ക് ശേഷം മാസത്തിൽ 1-2 തവണ അവരുടെ പുരോഗതി അനുസരിച്ച് വന്നു പോവുകയാണ് വേണ്ടത്. മിക്കവാറും ഒരു 80% രോഗികൾക്കും ആദ്യത്തെ ഈ 2 അല്ലെങ്കിൽ 3 ആഴ്ച അഡ്മിറ്റ് ചെയ്ത് ഉള്ള ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ അവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ്, അവർ വന്നതുപോലെ ആയിരിക്കില്ല അവർ തിരിച്ചു പോകുന്നത്. അവർ പിടിച്ചുകൊണ്ട് വന്നവർ നടന്നു പോവുകയും നടന്നു വന്നവർ ഓടിപ്പോവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയാണ് അൽഹംദുലില്ലാഹ് ഇതുവരെയും ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്ട്രോക്ക് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്: എനിക്ക് സ്ട്രോക്ക് വന്നിട്ട് 10 വർഷമായി, അല്ലെങ്കിൽ 5 വർഷമായി, 15 വർഷമായി, ഇത് ശരിയാക്കാൻ കഴിയുമോ എന്നുള്ളത്. ഞങ്ങളുടെ നിരീക്ഷണത്തിലും ഞങ്ങളുടെ എക്സ്പീരിയൻസിലും സ്ട്രോക്ക് എത്ര വർഷം പഴക്കമുണ്ടോ അത്ര തന്നെ അത് റിക്കവർ ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നുള്ളതാണ്. കാരണം ഈ കാലഘട്ടത്തിനിടയിൽ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ്, സെൽഫ് റിക്കവറി പ്രൊസീജിയേഴ്സ് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരീരം വളരെ വേഗം തിരിച്ചു വരികയും ചെയ്യും. സ്ട്രോക്ക് സംബന്ധമായിട്ടുള്ള ചികിത്സയ്ക്ക് നമുക്ക് ആവശ്യമായി വരുന്ന ചെലവ് എന്ന് പറയുന്നത് 90 ദിവസത്തെ ചികിത്സയ്ക്ക് 70,000 രൂപ മുതൽ 85,000 രൂപ വരെയാണ്. അതിൽ ആദ്യം വരുമ്പോൾ നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ട്, ലാബ് റിപ്പോർട്ടുകൾ ഇതെല്ലാം കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ഒരു 40,000 രൂപ ആദ്യം അടയ്ക്കേണ്ടതിൻ്റെ ബാക്കി തുക ട്രീറ്റ്മെൻറ്റിന് മുന്നോട്ട് പോകുന്നതനുസരിച്ച് തവണകളായിട്ട് അടച്ചാൽ മതിയാവും. സ്ട്രോക്ക് രോഗികൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്, ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വീണ്ടും അവർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ശരീരത്തിലെ ഇൻഫ്ലമേഷനെ കൃത്യമായി മാനേജ് ചെയ്യാതിരിക്കുകയും നാഡീ സംബന്ധമായിട്ടുള്ള, നർവ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകളെ കൃത്യമായി പരിഹരിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. എന്നാൽ ഞങ്ങളുടെ ചികിത്സയിൽ കൃത്യമായി ഇൻഫ്ലമേഷനെ മാനേജ് ചെയ്യുകയും അതുപോലെ തന്നെ നാഡീ സംബന്ധമായിട്ടുള്ള ഡാമേജുകളെ പരമാവധി പരിഹരിക്കുകയും
അതിനെ റിജുവിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ രോഗികൾക്ക് ഞങ്ങളുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ ലൈഫ് സ്റ്റൈലിൽ പാലിക്കുന്ന ജീവിതശൈലിയിൽ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ പലരും ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, കാസർഗോഡുകാർ വിളിച്ചാലും കണ്ണൂരുകാർ വിളിച്ചാലും ഒക്കെ വിളിക്കുന്നവർ, ദൂരദേശങ്ങളിൽ നിന്ന് വിളിക്കുന്നത്, ഇത് ഇത്രയും ദൂരം എങ്ങനെയാണ് ഞങ്ങൾ വന്ന് എത്തുക എന്നുള്ളതാണ്. ഇവിടെ തോരങ്ങളെ നമ്മൾ പലരും ഗൾഫിലേക്ക് പോകാറുണ്ട്. നമ്മുടെ അടുത്ത പഞ്ചായത്ത് ആയതുകൊണ്ടല്ല, നമുക്ക് ആവശ്യവും പ്രയോജനവും ഉണ്ട് എന്ന് തോന്നിയാൽ എത്ര ദൂരം യാത്ര ചെയ്യാനും നമ്മൾ തയ്യാറാവും. അപ്പോൾ ഇക്കാര്യത്തിലും നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വേഗത്തിൽ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. എനിക്ക് ദൂരദേശങ്ങളിലുള്ളവർക്കും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വരണമെങ്കിൽ തിരുവനന്തപുരത്തേക്ക് തന്നെ വന്നേ പറ്റും. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് RCC പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് വരണമെങ്കിലും തിരുവനന്തപുരത്തേക്ക് തന്നെ വന്നേ പറ്റും. അപ്പോൾ ദൂരം എന്നുള്ളത് ഒരു നെഗറ്റീവ് സ്വാധീനമാണ്. എന്നാൽ ഇതേ നമ്മൾ തന്നെയാണ് എത്ര വിദൂരങ്ങളിലേക്കും യാത്ര ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് എന്നുള്ളതും ഒരു കൗതുകകരമായ കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ 90 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അത് ആവശ്യമായി വരുന്നത്? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് കൈ ഉയർത്താൻ അല്ലെങ്കിൽ കാല് ചലിപ്പിക്കാനൊക്കെ നിമിഷങ്ങൾ മതിയാവും. പക്ഷെ അതിനെ സ്റ്റെബിലൈസ് ചെയ്യുക, വീണ്ടും സ്ട്രോക്ക് വരാനുള്ള സാധ്യത തടയുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്രയും സമയം ആവശ്യമായി വരുന്നത്. ഈ സംബന്ധമായിട്ട് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. 96 33 30 86 43 ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ. അപ്പോൾ ഇവിടെ ബിസ്മില്ലാ കടയ്ക്കൽ എന്ന് പറയുന്ന എന്നോടൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരുടെ ഒരു പാനൽ തന്നെ നിങ്ങളുടെ സേവനത്തിനായുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രോഗികൾ പലപ്പോഴും പറയുന്ന ഒരു പരാതി അല്ലെങ്കിൽ അവരുടെ ദുഃഖം, അവരുടെ നിരാശ ആണ്. ഞങ്ങൾ ധാരാളം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു, ഞങ്ങൾ പറ്റിക്കപ്പെട്ടു, ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല. പ്രിയപ്പെട്ട സൗകര്യങ്ങളെ, അത്തരം പരാതികൾ നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഞങ്ങളും നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണ് എന്നുള്ളൊരു മുൻവിധിയോടുകൂടി നിങ്ങൾ സംസാരിക്കുന്നതായിട്ടാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ വാങ്ങുന്ന പൈസ, ഞങ്ങൾ കഴിക്കുന്ന ആഹാരം ഹലാലായിരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ, അതുപോലെ തന്നെ ചികിത്സാ കാലാവധി, ഞങ്ങളുടെ ഫീസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിട്ടുള്ളതും പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് സമീപിച്ചത് എങ്ങനെ എന്നുള്ളത് വെച്ചിട്ട് ദയവായി നിങ്ങൾ ഞങ്ങളോട് സമീപിക്കാതിരിക്കുക. അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഡോക്ടർമാരും വക്കീലന്മാർ കേസ് വാദിച്ച് ഒരാൾ ജയിക്കുമ്പോൾ മറ്റൊരാൾ തോൽക്കുന്നത്, ആ തോൽക്കുന്ന ആളും വക്കീൽ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളാരും കേസ് വാദിക്കാതിരിക്കാറില്ല, വക്കീലന്മാർ വെക്കാതിരിക്കാറില്ല. ഡോക്ടർമാരോ വൈദ്യന്മാരോ ഒക്കെ ചികിത്സിച്ച് പരാജയപ്പെട്ടു, ഒരാൾ പരാജയപ്പെട്ടാൽ നമ്മൾ വീണ്ടും ചികിത്സ തേടാതിരിക്കാറില്ല. അപ്പോൾ കൂടുതൽ വിദഗ്ധരായിട്ടുള്ള ആളുകളെ അന്വേഷിച്ച് നമ്മൾ അവരുടെ അടുക്കലേക്ക് പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്ന കാര്യം അത് നടത്തിയെടുക്കാൻ, അത് അൽഹംദുലില്ലാഹ് ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഇതുവരെയും സാധിച്ചിട്ടുണ്ട്. നാളെ നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പഠിച്ചാൽ നമുക്ക് എത്രയും എളുപ്പത്തിൽ, എത്രയും വേഗത്തിൽ നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാ റിക്കവറിയും പരിഹാരങ്ങളും നമുക്ക് നൽകി നമ്മുടെ തിരികെ ജീവിതത്തിലേക്കും ജോലികളിലേക്കും നമ്മുടെ സന്തോഷങ്ങളിലേക്കും മടങ്ങാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.